കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും. പലപ്പോഴും ഒരു അർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരുപക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മോശം പ്രവൃത്തികളെ ആൾക്കാർ വിലയിരുത്തുന്നു. എന്നാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് ആൾക്കാർ വിലയിരുത്തുന്നു. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. ഒരുപാട് തവണ വാക്ക് തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസ്സമാധാനം അവിടെയാണ്, അവിടെ മാത്രമാണ്. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും വീണ്ടും സുഹൃത്തുക്കളാക്കാൻ വരും. മനസ്സ് നിങ്ങളുടെ വികാരങ്ങളേക്കാൾ ശക്തമാകാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓരോ തവണയും നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നമ്മൾ നൽകുമ്പോൾ 10 മടങ്ങായി തിരിച്ചു ലഭിക്കുന്നതാണ്. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ കളിയാക്കരുത്. കാരണം നിങ്ങളതിൽ വിജയിച്ചേക്കാം. പക്ഷേ ആ വ്യക്തിയെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അമിത സ്നേഹവും അമിത വിശ്വാസവും എവിടെ കാണിച്ചോ അവിടെ നമ്മൾ കരയേണ്ടി വരും. നമ്മളോട് എങ്ങനെ പെരുമാറിയെന്ന് ആരും ചിന്തിക്കില്ല. നമ്മൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് മാത്രം ഒടുക്കം വലിയൊരു തെറ്റായി മാറും. സന്തോഷം നമുക്ക് ആരോട് വേണമെങ്കിലും പങ്കിടാം. പക്ഷേ മനസ്സിലെ സങ്കടങ്ങൾ നമുക്ക് ചിലരോട് മാത്രമേ പങ്കിടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയ ആത്മാർത്ഥ സൗഹൃദങ്ങളോട് മാത്രം. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സമയം
സൗജന്യമാണ്, പക്ഷേ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് തിരികെ ലഭിക്കില്ല. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. എത്ര സ്നേഹിച്ചിട്ടും, എത്ര മനസ്സിലാക്കിയിട്ടും, എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും, എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്തു നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആശങ്കയെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണെന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. നിങ്ങളുടെ മനസ്സമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതാണ് പക്വത. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞു പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന സത്യമാണ്. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. എന്നും എൻ്റേത് മാത്രമായിരിക്കണമെന്ന് കരുതിയിരുന്ന ചില ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിലും വേദനയാണ് നഷ്ടപ്പെട്ട ഇഷ്ടം മറ്റൊരാൾക്ക് സ്വന്തമായിരുന്നു എന്നറിയുന്നത്. നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. പകരം നിങ്ങൾ ഒരു തവണ പോലും പരിശ്രമിച്ച് നോക്കാതെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് നോക്കുക. സ്വന്തം വില കളഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നാം വെറും കോമാളിയായി തോന്നും. അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിൽ ആണെങ്കിൽ പോലും ആത്മാഭിമാനം പണയം വയ്ക്കരുത്. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക.